കോൺഗ്രസിലെല്ലാം കലങ്ങി തെളിയുമോ എന്ന് കാത്തിരിക്കുന്ന മണിക്കൂറാണ്. എന്നാൽ തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എംപിമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സുധാകരന് മാത്രം ഇളവനുവദിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിലും ഒരു തീരുമാനം അന്തിമമായിട്ടില്ല. അതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനയാണ് വരുന്നത്. അങ്ങനെ തർക്കങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഏതാനും നിമിഷങ്ങൾക്കകം വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നത് നേതാക്കളെല്ലാം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വൈകുകയാണ് ഈ ലിസ്റ്റ് പുറത്തേക്ക് വരുന്ന കാര്യം. എന്നാൽ എംപിമാർ മത്സരിക്കുന്നതിനെ ചൊല്ലി അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. കണ്ണൂരിൽ കെ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഇതിൽ 55 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അതിൽ തന്നെ 3 എണ്ണം ഒഴിച്ചിട്ടുകൊണ്ടാകും ഈ ലിസ്റ്റ് പുറത്തു വരിക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 37 സീറ്റുകളിൽ ആരൊക്കെയാണ് എന്നത് വരും മിനിറ്റുകളിൽ അറിയാൻ പറ്റും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തളിപ്പറമ്പും ഒപ്പം തന്നെ അമ്പലപ്പുഴയും ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ കണ്ണൂരും ഒഴിച്ചിടും. അങ്ങനെയാണെങ്കിൽ 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കണ്ണൂരിന്റെ കാര്യത്തിൽ സുധാകരന് ഒരു ഇളവ് നൽകാനുള്ള ചർച്ചകൾ നടന്ന് അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തീരുമാനം അതിൽ വളരെ നിർണായകമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. CEC-യിൽ കൂടി ചർച്ച ചെയ്തതിനു ശേഷം കണ്ണൂരിന്റെ കാര്യത്തെ അന്തിമ തീരുമാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരും. അതിനു മുൻപ് നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണണം. VD സതീശൻ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതാണ്. ആ 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ ചിത്രം വ്യക്തമായിട്ടില്ല. തർക്കങ്ങൾ ഉള്ള ഇടങ്ങളാണ് പുറത്തു വരാനിരിക്കുന്ന പട്ടികയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയായിരിക്കും കോൺഗ്രസിൽ തുടർന്നു പറച്ചിലുകൾ. ഈ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നവർ, നിരാശർ, അവരുടെയൊക്കെ പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സമയമാണ്. VD സതീശൻ ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. കോൺഗ്രസിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങുന്ന മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഇന്ന് തീരുമാനമെടുക്കും. RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന C കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ C അനൂപ് ജേക്കബിന് പിറവവും, CMBക്ക് തിരുവനന്തപുരവും, KDP C മാണി C കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും, തൃണമൂൽ കോൺഗ്രസിന് C PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. കേരള CPM-നെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. ഞങ്ങൾ ദേശീയ തലത്തിലുള്ള പാർട്ടി ആയതുകൊണ്ട് അതിന്റേതായ നടപടിക്രമങ്ങളുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്, CEC ഉണ്ട്. ആ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവുക. അപ്പൊ അതുകൊണ്ടാണ് 1-2 ദിവസം, പിന്നെ ഇത്രയും പെട്ടെന്ന് ഈ സമയം വളരെ കുറവാണ്. അപ്പോ ഇത് ദേശീയ പാർട്ടി ആയതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾ നീണ്ടുപോകുന്നതാണ്. പല ഘടകങ്ങളിൽ ഈ കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടുന്ന സാഹചര്യമാണ് തീരുമാനം നീളാൻ കാരണം എന്നതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനുമപ്പുറം തുടരുന്ന പിടിവലിയലും സ്ഥാനാർത്ഥിത്വത്തിനായി കെ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദവുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതാണ് തീരുമാനം വൈകാനുള്ള യഥാർത്ഥ കാരണങ്ങൾ. നമുക്ക് ഒപ്പം ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 24 മണിക്കൂറെന്ന് പറഞ്ഞു. ഇപ്പോൾ 72 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ഏറ്റവും തർക്കമുള്ള
പിടിവലി നടന്നുകൊണ്ടിരിക്കുന്ന 40 മണ്ഡലങ്ങളിലെ തീരുമാനമാണ് വരാനുള്ളത്. അതിൽ സ്വതന്ത്രം മത്സരിക്കാൻ മാറ്റി നിർത്തിയിരിക്കുന്ന 3 ഒഴിച്ചാൽ 37 ഇടത്തെ തീരുമാനം അറിയേണ്ടിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. കണ്ണൂർ ഒഴിച്ചിട്ടുകൊണ്ടുള്ളൊരു പട്ടികയാണോ പ്രതീക്ഷിക്കുന്നത്? 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനാണ് സാധ്യത. അതിൽ തന്നെ ആകെയുള്ള 37-ൽ 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കാം. 2 ഇടത്ത്, അതായത് കോന്നിയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി എംപിമാരായ അടൂർ പ്രകാശും കെ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ വിശദമായ ഒരു ചർച്ച CEC-യിൽ ഇന്ന് വീണ്ടും ഉണ്ടാകും. രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ അതിൽ കൃത്യമായ ഒരു ചിത്രം തെളിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ എംപിമാർക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വീകരിച്ചിരുന്ന കാർക്കശ്യം നിറഞ്ഞ നിലപാടിൽ ചില അയവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് 2 കാരണങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് പ്രചാരണത്തിനടക്കം ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെല്ലുവിളിയാകുന്നുണ്ട്. കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ കെ ബാബു ആയിരുന്നു UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധിയായി നിയമസഭയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കെ സുധാകരനും അടൂർ പ്രകാശനും ഒന്നും ഇളവ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തലമുതിർന്ന ഈഴവ നേതാക്കൾ ഈ നിയമസഭയിൽ UDF-ന്റെ പ്രതിനിധികളായി സഭയിൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് വലിയ തരത്തിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കും. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ അത് വെല്ലുവിളിയാകും എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആശങ്ക. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ നിലപാടിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേർക്ക് ഇളവ് അനുവദിക്കണം എന്നൊരു നിലപാടിലേക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരു വിഭാഗം എത്തുന്നത്. പക്ഷേ അതിനെ വിമർശിച്ചുകൊണ്ട് മറുവിഭാഗം രംഗത്തുണ്ട്. അത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉറച്ചു നിൽക്കുകയാണ്. കാരണം കണ്ണൂരും ആറ്റിങ്ങലും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ആറ്റിങ്ങലിൽ ഇടത് കോട്ട തകർത്ത് അടൂർ പ്രകാശ് MP ആയി അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കാൻ അടൂർ പ്രകാശനല്ലാതെ മറ്റാർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഇപ്പോഴും അനിശ്ചിതത്വത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ 2 സീറ്റുകൾ കൂടി കുറയുക എന്ന് പറയുന്നത് കോൺഗ്രസിന് ആലോചിക്കാൻ മേല. അതുകൊണ്ട് അവിടെ ജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി ഒരു ധാരണയായതിനു ശേഷം മാത്രമേ തുടർ നീക്കങ്ങളിലേക്ക് അവർ കടക്കുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആകെയുള്ള 37-ൽ 35 സീറ്റുകളിൽ വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് CEC മീറ്റിംഗിന് ശേഷം ഉണ്ടാകാനാണ് സാധ്യത. മറ്റ് 2 സ്ഥലങ്ങളിലെ കാര്യത്തിൽ ഒരുപക്ഷെ വിശദമായ ചർച്ചകൾക്ക് ശേഷം CEC മീറ്റിംഗിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ധാരണയിലേക്ക് എത്തുക. KC വേണുഗോപാൽ അല്പസമയം മുമ്പ് കെ സുധാകരനെ വീണ്ടും നേരിൽ കണ്ട് അദ്ദേഹവുമായി കാത്തിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഡാന, സുധാകരന് മുന്നിൽ നേതൃത്വം വഴങ്ങുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു ഘട്ടമാണോ? വലിയ കണിശമായ തീരുമാനമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത്. എംപിമാർ മത്സരിക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് ഇത്രയധികം ചർച്ചകൾ നടത്തുന്നു. ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന സുധാകരൻ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞതാണ്. അത് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുന്നു. അതിനുശേഷവും സുധാകരൻ അവിടെ തുടരുകയാണ്. ഇതിനോടകം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെ 2-3 തവണ സുധാകരനുമായി ചർച്ച നടത്തി എന്നതാണ് മനസ്സിലാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്, തുറന്നു പറച്ചിൽ ഉണ്ടാകരുത് എന്ന സന്ദേശം കൊടുക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സുധാകരന് മുന്നിൽ മുട്ടുമടക്കുകയാണോ നേതൃത്വം ഇപ്പോൾ? ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും സുധാകരനോട് കാത്തിരിക്കൂ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു നേതൃത്വം എന്നതാണ് മനസ്സിലാകുന്നത്. KC വേണുഗോപാൽ നേരിട്ട് തന്നെ സുധാകരനുമായി സംസാരിക്കുന്നു. ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കൂ. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കെ സുധാകരന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാം എന്നൊരു ഉറപ്പാണ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത് സുധാകരന്. KC വേണുഗോപാൽ തന്നെ ഈ കാര്യങ്ങൾ സുധാകരനെ അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. തീരുമാനത്തിനായി കാത്തിരിക്കൂ എന്ന സന്ദേശം നേതൃത്വത്തിൽ നിന്ന് സുധാകരന് കിട്ടി എന്ന് മനസ്സിലാകുന്നു. ഡാൻ കുര്യൻ വിശദീകരിക്കുന്നത് പോലെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും അല്പസമയത്തിനകം പ്രഖ്യാപിക്കുക. 5 സീറ്റുകൾ ഒഴിച്ചിടും. അതിൽ കണ്ണൂരും കോന്നിയും ഉണ്ട് എന്നതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂരിലും കോന്നിയിലും എംപിമാരായ കെ സുധാകരനും
അടൂർ പ്രകാശും മത്സരിക്കണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇവർ. എല്ലാ വിധത്തിലുമുള്ള നടപടികൾ പോലും പൂർത്തിയാക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. അവരുടെ പ്രൊമോഷൻ വീഡിയോകൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാം. അണികൾ ആ രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ആ രീതിയിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. ആ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനകൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ 2 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാകും ഇപ്പോഴുണ്ടാകുക. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ എംപിമാരുടെ മത്സരിക്കാനുള്ള ഈ ആഗ്രഹം വലിയ രീതിയിൽ ചർച്ചയാകും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തി നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞാൻ ഡാനോട് ചോദിച്ചത്, സുധാകരന് മുന്നിൽ നേതൃത്വം മുട്ടുമടക്കുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ? ഇതൊരു മുട്ടുമുടക്കലിന്റെ പ്രശ്നമല്ല. ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ മാത്രം പ്രചാരണത്തിന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒരു തർക്കം അനിശ്ചിതത്വത്തിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് പാർട്ടിയുടെ ജയസാധ്യതകളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തി ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു ശൈലിയുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവിടെയുള്ള ഒരു വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ ലോക്സഭയിൽ നിന്ന് ജയിച്ച് വന്നയാളാണ് കെ സുധാകരൻ. അങ്ങനെ ഒരു ഘട്ടത്തിൽ കണ്ണൂരിലെ ഏറ്റവും തലമുതിർന്ന നേതാവായ കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ മുഖമായ കെ സുധാകരനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശം അത് ഏത് തരത്തിൽ ബാധിക്കും തെരഞ്ഞെടുപ്പിനെ, പ്രചാരണങ്ങളെ എന്തൊക്കെ ഒരു ആശങ്കയുണ്ട്. അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിലടക്കം അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം. അതിൻ്റെ സൂചനകളൊക്കെ ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിപാകുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയാൽ അത് ഉണ്ടാക്കാനിടയുള്ള എല്ലാ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നേതൃത്വം തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം. മാത്രമല്ല ശശി തരൂർ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണ കൂടി കെ സുധാകരൻ ഉണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടം മുതൽ കെ സുധാകരനും അടൂർ പ്രകാശനും MK രാഘവനും ഒരുപക്ഷെ ഇളവ് നൽകിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ MK രാഘവനെ പിന്തുണച്ചിരുന്നത് ശശി തരൂരായിരുന്നു. അതോടൊപ്പം അടൂർ പ്രകാശും കെ സുധാകരനും കൃത്യമായി നേരത്തെ മുതൽ തന്നെ നിയമസഭയിൽ തിരിച്ചു വരണം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന നിലപാടിലുമായിരുന്നു. പക്ഷേ MPമാർ മത്സരിച്ചാൽ അത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടാണ് ഇതിൽ ഒരു വിലങ്ങുതടിയായി മാറിയത്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുകയും അത് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനെ തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്ത് അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു ഇളവ് നൽകിക്കൊണ്ട് നിലവിലുണ്ടായിരിക്കുന്ന ഈ കാർമേഘങ്ങൾ അത് കെട്ടടങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നിർണായകമായ CEC യോഗത്തിന് ശേഷം 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാമെന്നാണ് സാധ്യത. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.